നരഭോജിക്കടവ് ഒരു ജീവനെടുത്ത മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ അതീവ ജാഗ്രത. നരഭോജിക്കടവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ക്യാമറ ട്രാപ്പുകളും മേഖലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിലിന് വിപുലമായ ക്രമീകരണമാണ് വനംവകുപ്പ് മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതീവ ജാഗ്രത പുലർത്താൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. കടുവയെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നു. തികഞ്ഞ ജാഗ്രത ആ പ്രദേശത്തൊന്നാകെയുണ്ട്. നാളത്തെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും അഭിജിത്ത്? പഞ്ചാരക്കൊല്ലിയിൽ കാപ്പിക്കുരു ശേഖരിക്കാൻ പോയതാണ് രാധ എന്ന സ്ത്രീ. അതിനിടയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായതും രാധയ്ക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. ഇവിടേക്കെത്തിയ മന്ത്രി OR കേളുവിന് നേരെയും പ്രതിഷേധമുണ്ടായി. അതിനൊടുവിൽ ചില ഉറപ്പുകൾ നൽകിയതിന് പിന്നാലെയാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അവരുടെ ഏറ്റവും വലിയ ആശങ്ക കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന ഈ വന്യജീവി ആക്രമണത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിലൊരു ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. അതിൽ പിന്നെയാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഏതായാലും ഇതിൻ്റെ ഭാഗമായി ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഈ പഞ്ചാരക്കൊല്ലിയിൽ പുരോഗമിക്കുന്നുണ്ട്. അവിടെ നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിരവധിയായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാളെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാകും. നാളെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും. കൂടാതെ തന്നെ ഈ കുടുംബത്തിന് 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് മന്ത്രി തന്നെ നേരിട്ടെത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിൽ വന്യജീവി ആക്രമണം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മറ്റ് മുൻകരുതൽ നടപടികൾ കൂടി വേണം എന്ന ആവശ്യം കൂടി ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുമെന്നാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കടുവയെ പരമാവധി പിടികൂടാനുള്ള ശ്രമമുണ്ടാകും. അതിന് കഴിഞ്ഞില്ല എങ്കിൽ വെടിവെച്ച് കൊല്ലാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം.